വായുമ്പം ആ വായുമ്പത്തിൽ എന്താ ഉണ്ടെന്നറിയാം. ആ പൊട്ടുകൊട്ടേക്കും അതിൻ്റെ അവിടെ വട്ടത്തിൽ പൈസ 50 പൈസ വട്ടത്തിൽ സാധനം കിടക്കും. ശരിക്കും നല്ല അടി അവിടെ ഏറ്റ് കഴിഞ്ഞാൽ ആന വീഴും. ചോദിച്ചു നോക്കൂ. അതൊക്കെ ഇതായിട്ട് പറഞ്ഞു തന്നതല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ തടി പിടിക്കാൻ പോകുന്ന ആനകൾ, ഈ തടിപ്പണിക്ക് പോകുന്ന ആനകൾ, ഇപ്പോൾ അജ്മലിക്കാണ് ഈ മാണിക്കനാന ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ തടി പിടിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഓരോ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ രീതി എന്ന് പറഞ്ഞാൽ ആന മെയ്ക്കും പിടിക്കും, പുറകോട്ടും പിടിക്കും. ഇതിന് പുറകോട്ട് പിടിക്കുന്നതാണ് ഇഷ്ടം. പുറകോട്ട് പിടിച്ച് വരുന്നില്ലേ, അതാണ് ഏറ്റവും ഇഷ്ടമായി ആനയ്ക്ക്. നമ്മൾ പറയണ്ട, പുറത്ത് കാലം അറിയാവുന്ന ആളിരുന്നാൽ നമ്മൾ ഒരു കമ്പ് തല്ല, കാലഴിച്ച് പോക്കൊന്നുമില്ല. കാലഴിച്ചെന്ന് പറഞ്ഞാൽ എന്താ അറിയാം, കൈവിട്ട് പോക്കില്ല, നമ്മളെ വിട്ടേച്ച് പോകില്ല. കൊച്ചു പിള്ളേർ കയറി ഇരുന്നാൽ ആനയ്ക്ക് അറിയാം ഇത് കൊള്ളില്ലാത്തവന്മാരായി ഇരിക്കുന്നത്, അതുകൊണ്ട് ആന വെച്ചു. അങ്ങനത്തെ ഏറ്റവും നല്ല. പിന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ നാടനാനകളെ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളെ എങ്ങനെ തിരിച്ചറിയും? മറ്റാനകളെ അറിയാം. മറ്റാനയ്ക്ക് ബീഹാർ ആനകൾ എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ ചെറിയേ ഉള്ളൂ. കണ്ടിട്ടുണ്ടോ? തുമ്പിക്കൈ ചെറിയ ചേർന്ന്. പിന്നെ നടയാണെങ്കിൽ നട അമരം നടയൊക്കെ വലുതായിരിക്കും. ചില ആനയ്ക്ക് വാല്, നമ്മൾ പറഞ്ഞ വാല് ചെറിയ വാലായിരിക്കും, വളഞ്ഞ് 3 ഒടിവ് വരും. ആന ഭയങ്കര അപകടമായിരിക്കും. അതുപോലെ മേലെണ്ണാക്ക് കറുപ്പ് വീഴും. ഈ ആനയ്ക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ഇല്ല. ഞാൻ നോക്കിയിട്ടില്ല. മറ്റാനയ്ക്കുണ്ട്, അറിയാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആനക്കാരൻ കൊണ്ടു കിടക്കുന്ന അതിൻ്റെ ഇരിപ്പും കാര്യങ്ങളൊക്കെ ആനയെ കടത്തി കഴിവൊന്നും പിടിക്കുന്നതല്ല. ഈ ആന എവിടെയും കിടക്കുക. ഏത് ഉത്സവ സ്ഥലത്തും നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ ഇരുത്തി ഞങ്ങൾ കഴിയിട്ടുണ്ട്. ഈ ആന കൽപ്പാത്തിക്ക് അപ്പുറത്തൊരു അമ്പലമുണ്ട്, അവിടെയൊക്കെ ഇരുത്തി കഴിയും. ഒത്തിരി ആൾക്കാർ അന്നേരം ആന എണീറ്റ് പോകത്തില്ല. ഇപ്പം ആന അങ്ങനെയല്ല, ഇപ്പോഴും ആ ചിട്ടയോടുകൂടി ഈ ആന ഇന്ന് ആരും കയറിയിട്ടില്ല. ഞങ്ങളിവിടെ ഞാൻ കൊണ്ടു കിടന്നിട്ടില്ല. അവിടെയാണ് ഞാൻ കമ്പ് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത്, അവിടെ നിൽക്കുക. ഇപ്പം അങ്ങനെയുണ്ടോ? ഇപ്പം അത് എടുത്ത് കളഞ്ഞ